ജനങ്ങളെ വഞ്ചിച്ചു പണം ഉപയോഗിച്ച് ഭരിക്കുക ഭരണാധികാരികൾ. ആ ഭരണാധികാരികൾക്കെതിരായി ഇന്ത്യൻ തൊഴിലാളി വർഗം ഒരുമിച്ച് സമരത്തിലാണ്. കാരണം എന്താ? ഇന്ത്യയിൽ ആദ്യം പറഞ്ഞുകൂട തൊഴിലാളി സംഘടന AITUC. എപ്പോഴേ 1920 ഇന്ത്യ മഹാരാജ്യത്ത് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം AITUC. ആ AITUC ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോട് പോരാടി ഏക തൊഴിലാളി പ്രസ്ഥാനം. ആ AITUC പറഞ്ഞ കാര്യവും തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ നിങ്ങൾ കുറിക്കാൻ പാടില്ല. നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളാണ്. ഇവിടെ കൊച്ചിയിൽ സമരം നടന്നു, തൊഴിലാളികളുടെ സമരം. ആ സമരത്തിന് പട്ടാളത്തിലൊക്കെ വെടിവെച്ചു. അന്ന് KPജിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു, ഇന്ത്യ മഹാരാജ്യത്തെ തൊഴിലാളി വർഗം നേടിയെടുത്തിരിക്കുന്ന ഈ അവകാശങ്ങളെല്ലാം ജീവൻ കൊടുത്ത് നേടിയെടുത്തതാണ്. ജീവൻ കൊടുക്കാൻ വേണ്ടി മുന്നിൽ നിന്ന പ്രസ്ഥാനം AITUC ആണ്. AITUC മാത്രമാണ്, മറ്റൊരു തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലില്ല. ആ പ്രസ്ഥാനമാണ് AITUC പറയുന്നത് തൊഴിലാളി വർഗത്തിന് വേണ്ടി നമ്മൾ പോരാടി നേടിയെടുത്ത അവകാശങ്ങൾ അവനില്ലാതാക്കുന്നു. തൊഴിൽ നിയമങ്ങൾ ചവിട്ടിപ്പിടിക്കുന്നു. ആർക്ക് വേണ്ടിയാ? ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്ക് വേണ്ടി. ആര്? ഇന്ത്യയിലെ വൻകിട മുതലാളിമാരാണ് നമ്മുടെ സാക്ഷാൽ ടാറ്റ, പിന്നെ അദാനി, പിന്നെ അംബാനി, പിന്നെ മഹേന്ദ്ര, പിന്നെ ചാറ്റർജി, പിന്നെ ദേശായി. ഈ മുതലാളിമാരെല്ലാം മമ്പം മുതലാളിമാരാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വത്ത്, ഏറ്റവും കൂടുതൽ സ്വത്ത് കയ്യിലുള്ളത് ഇന്ത്യയിലെ 108 മുതലാളിമാരുടെ കയ്യിലാണ്. നമ്മളെക്കാളും സ്വത്താണ്. മനസ്സിലായി? ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെക്കാളും സ്വത്ത് 108 മുതലാളിമാരുടെ കയ്യിലുണ്ട്. എങ്ങനെയാ സ്വത്തുണ്ടാക്കിയത്? രാജ്യത്തിന്റെ സമ്പത്ത് അവർക്ക് വേണ്ടി കവർന്നു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, അടുത്ത കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ നാട്ടിലെ ബാങ്കായിരുന്ന SPT, അത് ലയിപ്പിച്ച് SBI ചേർന്നു. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം, ബാങ്ക് 10,023 കോടി രൂപയുടെ കിട്ടാക്കടം എഴുതി. ആരാ പണം എടുത്ത് കൊടുക്കാതിരുന്നത്? നിങ്ങളാണോ? അല്ല. ഇന്ത്യക്കാണോ? അല്ല. ഇവിടുത്തെ പാവപ്പെട്ട തോട്ടം തൊഴിലാളിയാണോ? അല്ല. ചുമട്ട് തൊഴിലാളിയാണോ? അല്ല. ഓട്ടോറിക്ഷ തൊഴിലാളിയാണോ? അല്ല. കച്ചവടത്തിൽ ചെയ്യുന്ന ചെറിയ കച്ചവടക്കാരനാണോ? അല്ല. വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്താണോ? അല്ല. ഏതാ പണം? പണം എഴുതത്തല്ലേ പണത്തിനാ? ബിസിനസ് നടത്താൻ വേണ്ടി എടുത്ത് മുങ്ങിയ പണം. നമ്മുടെ നാട്ടിൽ നിന്ന് മുങ്ങിയ ഒരാൾ എനിക്ക് ഓർമ്മയില്ലേ? ആളെ പേരാണ് മല്യ, വിജയ് മല്യ. ഇവിടുന്ന് പണം എടുത്ത് മുങ്ങി. എവിടേക്ക്? ലണ്ടനിലേക്ക്. എത്ര പണെടുത്ത്? 35,000 രൂപ. എവിടുന്ന് എടുത്തത്? ബാങ്കിൽ നിന്ന്. പണമോ തിരിച്ചടച്ചില്ല. അവരോ നിയമ നടപടിക്ക് പോയി. എന്നിട്ട് റവന്യൂ റിക്കവറി വന്നു. അവസാനം അറസ്റ്റ് വാറണ്ട്. ആർക്ക്? മല്യക്ക്. പോലീസ് ജീപ്പ് എടുത്തു പോയി. മല്യ പറന്നുപോയി. എവിടേക്ക്? ലണ്ടനിൽ. നമ്മുടെ പോലീസുകാർ ജീപ്പ് വഴികൾ പോവാ, മല്യ അന്വേഷിച്ചു പോവുക. മല്യ രാജകീയമായി പറന്നുപോയി. മല്യ ആരാ? MP ആയിരുന്നു, മെമ്പർ ഓഫ് പാർലമെന്റ്, രാജ്യസഭ. എനിക്കെല്ലാം വെല്ലുവിളിയെ കൂടിയാണ്. ഞാൻ ലോകസഭയിലുള്ളപ്പോ ബിനു ഇയാൾ രാജ്യസഭയിലുണ്ടായിരുന്നു. രാജ്യസഭയിലെ ആൾ വരുന്ന പ്രൗഢിയാഴ്ച 2 ആഴ്ച ഒരിക്കൽ സഭയിൽ വരും. 2 ആഴ്ച ഒരിക്കൽ വന്ന് ഒപ്പ് വേണം. ഒപ്പിടാൻ വേണ്ടി മാത്രം വരുന്ന വന്നാൽ കോൺഗ്രസ് MPമാരുടെ കൂടെ കൂടും. എന്തിനാ? ഇയാള് വലിയ മുതലാളി. എന്താണ്? കള്ളു മുതലാളി. ഇന്ത്യയിലെ വലിയ കള്ളു മുതലാളി. പിന്നെയോ വിമാന മുതലാളി. കിങ്ഫിഷർ അയാളതാണ്. അയാളോ ഓഡീസർ. കോൺഗ്രസ് ആണെല്ലാം കൂടും. ഒരു ദിവസം എന്റെ മുറിയിൽ ഒരു സാധനം കൊണ്ടുവന്നു. ഒരു വലിയ ബോക്സ്. കണ്ടാൽ മോഹൻ കണ്ടാൽ ആ ബോക്സ് എടുക്കും. അത്ര തിളക്കുള്ള ബോക്സാണ്. ആ ബോക്സിന് ഒരു 2,000-2,500 രൂപ വില വരും. ഞാൻ എന്താ ഇത് വെറുതെ കൊണ്ടത്? ഞാൻ എന്താ ഇത്? അത് മല്യ സാറ് തന്നതാ. ദീപാവലിക്ക് വേണ്ടിയുള്ള ദീപാവലിയുടെ പ്രസന്റേഷൻ. ഒരു കാർഡ് ഉണ്ട്, അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കണം. കിട്ടിയത് റിസീവ്.
ഞാൻ പറയാം എന്താണ് ഇതിനകത്തുള്ളത്? അപ്പോൾ ദീപാവലിക്കുള്ള സാധനം ഞാൻ പറയാം അതല്ലേ ചോദിച്ചാൽ അകത്തെന്നാന്ന് ചോദിച്ചത്. അപ്പോഴും മടിച്ചു പറഞ്ഞു സാർ അതിനകത്ത് ദീപാവലിക്കുള്ള. ഞാൻ പറഞ്ഞു പറാടം എന്താ അവിടെ നിന്ന്. അപ്പോഴവൻ പറഞ്ഞു സംഭവം മനസ്സിലായല്ലോ. ഒരു വലിയ കുപ്പി, ഏതാ കുപ്പി? സ്കോച്ച് വിസ്കി. ആരത്? മല്യേണ്ടത്. ആർക്കാണ്? MP-മാർക്ക്. എന്തിന്? ദീപാവലി ആഘോഷിക്കാൻ. കുപ്പി ഒന്നല്ല, അതിൻ്റെ കൂടെ ഉപകുപ്പിയുണ്ട്, വേറെയോ സാധനമുണ്ട്. എന്താണ്? സ്വീറ്റ്സ്. അതിൻ്റെ കൂടെ പിന്നെയുണ്ട്. എന്താണ്? പേന. ഏത്? കമ്പ്യൂട്ടർ. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൊന്നും വാങ്ങില്ല, കേരളത്തിൽ MP-മാർ വാങ്ങില്ല എന്ന് ഞാൻ അറിയുന്നു. പക്ഷെ വാങ്ങില്ല. ആ മുതലാളിയാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പോലീസിന്റെയും പട്ടാളത്തിനെയും കണ്ണുപെട്ടിച്ച് പറന്നുപോയി. അങ്ങനെ പറന്നു പോകും ഇല്ല. കാരണം MP ആയിരിക്കുന്ന ആൾ എവിടെ പോകുന്ന പോലീസ് അറിയും. ഞാനിപ്പോ HMP ആണ്, ഞാനിവിടെ കാഞ്ഞിരപ്പള്ളി വന്ന് പ്രസംഗിക്കുന്ന പോലീസ് അറിയും. അതറിയണം, അതാ പോലീസ്. അങ്ങനെയുള്ളൊരു MP പെട്ടെന്ന് മുങ്ങാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാ മുക്കിയത്? അറിഞ്ഞുകൊണ്ട്. ആരാ മുക്കിയത്? ഭരിക്കുന്ന വോട്ടർ. ആരാ ഭരിക്കുന്നത്? BJP പറഞ്ഞ് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ടോ പോന്നവരെ വിമാനത്താവളത്തിൽ പോകണ്ട, പോയാൽ ചെന്നാൽ മതി. അപ്പോഴേക്ക് പറക്കും, പറന്ന് വിദേശത്തിൽ. ആ മുതലാളിക്ക് ഇന്ത്യയിൽ ബാങ്കിൽ നിന്നെടുത്ത കടം തിരിച്ചെടുക്കാതെ രാജ്യത്തേക്ക് പിടികിട്ടാ പ്രഖ്യാപിച്ച മല്യക്ക് SBI എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് ബാങ്കില്ലേ, ആ ബാങ്ക് 1012 കോടി എഴുതിത്തള്ളി. ഇപ്പോഴാ ഇയാള് ലണ്ടനിൽ ഇരിക്കുമ്പോ ഇയാളെ പിടിക്കാൻ വേണ്ടി ലോക പോലീസിന് സഹായം നേടിയ ഇന്ത്യ ഗവൺമെന്റ്. അപ്പോൾ SBI-യോ 1012 കോടി എഴുതിത്തള്ളി. അപ്പൊ ആർക്ക് വേണ്ടിയാ മരിക്കുന്നത്? നമുക്ക് വേണ്ടിയാണോ? അല്ല. തൊഴിലാളിക്ക് വേണ്ടിയാണോ? അല്ല. തോട്ട തൊഴിലാളിക്ക് വേണ്ടിയാണോ? അല്ല. പീഡിയ തൊഴിലാളിക്ക് വേണ്ടിയാണോ? അല്ല. ഇവിടുത്തെ പെട്ടിക്കടക്കാരന് വേണ്ടിയാണോ? അല്ല. കുടുംബശ്രീക്ക് പണിയെടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണോ? അല്ല. ഈ രാജ്യത്തിലെ വൻകിട മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികൾ. ആ ഭരണാധികാരികൾ രാജ്യത്തെ തൊഴിലാളികളെ ഇതുവരെ അവർ നേടിയെടുത്ത, ജീവൻ കൊടുത്ത് നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് തകർത്തുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് ഇനി തൊഴിലാളിക്ക് അതുപോലെ അവകാശം വേണ്ട, സ്ഥിരം തൊഴിലാളി വേണ്ട. എന്താ? സ്ഥിരം തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കണം. സ്ത്രീകളാണെങ്കിൽ പ്രസവാല അനുമതി കൊടുക്കണം. അതുകൊണ്ട് സ്ത്രീകൾ വേണ്ട, ഉള്ളത് പോയിക്കോട്ടെ. ഇനി പുതിയ ആരും വേണ്ട. ആരാ പറയുന്നത്? മോഡി ആരാ? BJP പറഞ്ഞു നമ്മൾ രക്ഷപ്പെടുത്തല്ലേ? അതെ. എന്താ രക്ഷപ്പെടുന്നത്? നമ്മളെ നിയമങ്ങൾ വെട്ടിമുറിക്കുന്നു. അതുകൊണ്ടാണ് AITUC പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് മിനിമം കൂലി 18,000 രൂപയാണെന്ന്. അല്ലെ? 15,000 രൂപയാണെന്ന് AITUC പ്രഖ്യാപിച്ചിരിക്കുക, സമരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പല മുദ്രാവാക്യം വരിക. വന്നതിന് ശേഷം പറഞ്ഞതെല്ലാം അകത്ത് വെച്ച് പുതിയ പണിയെടുക്കുക. അതാണല്ലോ അതാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ആകമാനം പറഞ്ഞു BJP, മോഡി വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ 72% വരുന്ന ദരിദ്രനാരായണന്മാർ, അവർക്ക് മോഡി, അവർക്കെല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാൻ പോവാ. എന്താ സമ്മാനം? മോഡി വന്നാൽ അവർക്കെല്ലാം ബാങ്കിലേക്ക് ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നു. എത്ര? 15 ലക്ഷം രൂപ. കേട്ടപ്പോ എനിക്കും കൂടിയായി കേട്ടോ. ഞാനൊരു പാർലമെന്റ് മെമ്പറായ ആളാ, പക്ഷെ 15 ലക്ഷം ഇതുവരെ കണ്ടിട്ടില്ല. 15 ലക്ഷം ചെറിയ കാശാണ്. എന്ത് വേണ്ടിയാ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പാർലമെന്റിൽ ആകെ കണ്ട 3 ലക്ഷം. 15 ലക്ഷം കിട്ടും. ആർക്ക്? പാവപ്പെട്ടവർ. അതുകൊണ്ടോ കൊത്ത് എവിടെയാ കൊത്തേണ്ടത്? താമരയ്ക്ക്. ഒരു കൊത്ത് കുത്തിയാൽ 15 ലക്ഷം. അതുകൊണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടു, ജയിപ്പിച്ച് കൊടുത്താൽ മതി. NDA സഖ്യം പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് NDAക്ക്
ഭൂരിപക്ഷമായി 272 സീറ്റ് കിട്ടിയേക്കുമെന്ന. എന്നാലോ BJPക്ക് മാത്രമായി കിട്ടി 251 സീറ്റ്. എങ്ങനെയാ സീറ്റ് കിട്ടിയത്? BJPക്ക് സീറ്റ് കിട്ടിയ എങ്ങനെയാ? ആ കിട്ടിയത് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു സഹായം കൂടിയാണ്. നമ്മളെ കോൺഗ്രസ് ഇല്ലേ ഇപ്പൊ നാട്ടിൽ വലിയ വായിൽ വെള്ളൂരി നടക്കുക. CPIക്കാണ് നോക്കിയിരിക്കുന്ന വെള്ളൂറുക. ഞാനും വരട്ടെ അതിന്റെ കൂടെ നിന്റെ ഏർപ്പാടൊന്നും കൊണ്ടുള്ളൂ. നിനക്ക് നമുക്കറിയാം നീ രാജ്യത്തിനുള്ള പ്രസ്ഥാനമാണ്, നീ നാട് പിടിച്ച പ്രസ്ഥാനമാണ്. ആ കോൺഗ്രസ്സുകാരെങ്കിലും നോക്കി നടക്കുക. ചെന്നിത്തല ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് CPIയോട് ഒരു പാലമാവാം. മനസ്സിൽ വെച്ചോളണം. ഇത് പണ്ട് എന്റെ നാട്ടിൽ അറക്കൽ ബീവി ഉണ്ടായിരുന്നു. അറക്കൽ ബീവി ഒരു സുന്ദരിയായ പെണ്ണ, ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരിയാണ്. ഞാൻ ക്ലിയോപാട്രയെ പോലെ സൗന്ദര്യം ഇടുന്ന, ഏറ്റവും വലിയ ഉണ്ണിയാർച്ചയെ പോലെ സൗന്ദര്യമാണ് അറക്കൽ ബീവി. അറക്കൽ ബീവിയെ കെട്ട എല്ലാവർക്കും മോഹമാകുന്നു. ഒരു ചെറുപ്പക്കാരൻ നാട്ടിലാണ്ട് പറഞ്ഞു ഞാൻ കെട്ടാൻ പോവാ. അതിനാ കിട്ടുക? അറക്കൽ ബീവിയെ കെട്ടിത്തരാൻ സമ്മതിച്ചിരിക്കുന്നു ആര്? കുടുംബങ്ങളെല്ലാം. ആർക്ക്? എനിക്ക്. ഞാനോ കെട്ടാൻ പോവാ. ആരാ? ബീവീന. അടുത്ത മാസം കെട്ട് നടക്കും. അപ്പോഴേ വെച്ചോ സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചു. പിന്നെ ഒറ്റൊന്ന് മാത്രം ബീവിന്റെ മനസ്സമ്മതം പോലെ. അതുപോലെ ഇപ്പം നമ്മളെ കോൺഗ്രസ്സുകാർ നടക്കുന്നത്. എടോ നിനക്ക് രാഷ്ട്രീയം പിടിയില്ല കോൺഗ്രസ്സുകാരന്. ഇന്ത്യൻ രാഷ്ട്രീയം പിടിയില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഈ കോൺഗ്രസിന് BJPയുടെ ഫാസിസ്റ്റ് തകർക്കാൻ കഴിയുമോ? ഇല്ല. കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് ഒരിക്കലുമായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. പാർലമെന്റിൽ കോൺഗ്രസ് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? കോൺഗ്രസിനുള്ള സീറ്റ് 206. ഇപ്പൊ കോൺഗ്രസ് എത്രയാ? 44. എത്രയാ പോയത്? 162. ആരാ കൊണ്ടുപോയത്? താമരക്കാരൻ. നേരത്തെ കൈപ്പത്തി, ഇപ്പം താമര. കാരണം എന്താ? വ്യത്യാസമില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണ്. മനസ്സ ഒരു ബന്ധമുണ്ട്. അതാണ് ആന്റണി പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് പകല് കതറ്, രാത്രി കാവി. അത് ഒരു സൗന്ദര്യമാണ്, ഒരു സൗകര്യമാണ്. ഇതാ കോൺഗ്രസ്. ആ കോൺഗ്രസുമായി ബന്ധം നമ്മൾ ഉദ്ദേശിക്കോ? കേരളത്തിൽ പ്രത്യേകിച്ചും. കാരണം എന്താ? കേരളത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ ഈ നാട് മുടിച്ച UDFനെതിരായി പോരാടി വിജയം വരിച്ചു വന്ന മുന്നണിയാണ്. നമ്മൾ 91 സീറ്റുമായി വന്ന വെറുതെയല്ല, കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ചെറുക്കാൻ കോൺഗ്രസിന്റെ ഔദാര്യവും വേണ്ട. നമ്മൾ ഇടതുപക്ഷം തീരുമാനിച്ചാൽ ഫാസിസത്തെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചിരിക്കാൻ കഴിയും. ഞങ്ങളാണ് പ്രധാനപ്പെട്ട വ്യക്തി. കോൺഗ്രസ് ഔദാര്യം വേണ്ട. എന്തിനാ ഇവിടെ കോൺഗ്രസ്? ഞങ്ങളിവിടെ കോൺഗ്രസിനെതിരായിട്ടാണ്, കോൺഗ്രസിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ചിലർ പറയുന്നെന്താ? ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ BJP എതിർക്കാൻ വേണ്ടി വരുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഈ നാട്ടിലെ മതേതര കക്ഷികളെല്ലാം വിളിക്കും. അത് പ്ലാറ്റ്ഫോമാണ്. അത് യുദ്ധകാലത്തുണ്ടായിരുന്നു, അപകടകാലത്തുണ്ടായിരുന്നു, പല കാലത്തുണ്ടായിരുന്നു. അത് ഒരു കൂട്ടുകെട്ടല്ല, ഒരു മുന്നണിയല്ല, അതൊരു ദൃഢബന്ധമല്ല. അത് രാജ്യത്തിന് ക്യാമ്പയിനാണ്. അത് വെച്ചുകൊണ്ട് പറയാ കേരളത്തിൽ നോക്കുന്നു ഇങ്ങോട്ട്. വഴിയിൽ പോയി നല്ല കൺമോക്ഷിയും ചാന്തുപൊട്ടും നല്ല അത്തറും പല പൗഡറും പൂശി സുന്ദരമായി വേഷമിട്ട് ഞാനും വരട്ടെ നിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അത് മനസ്സിലായിക്കോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സാക്ഷാൽ BJP നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ നേടിയെടുത്തെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നു. ആ BJPയുടെ കണ്ണിലെ കരടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. അവർ അന്നേ ആലോചിച്ചത് കേരളത്തിൽ എങ്ങനെയും രക്ഷപ്പെടാൻ എന്താ മാർഗം? മോഡി വന്നില്ലേ? വന്നു. അമിത്ഷാ വന്നില്ലേ? വന്നു. എല്ലാ പ്രമാണിമാരും എത്തിയില്ലേ? എത്തി. ഇഷ്ടംപോലെ പണം വന്നില്ലേ? വന്നു. എന്താ തീരുമാനിച്ചത്? കേരളത്തിൽ ഇടം വേണം. എന്നിട്ടോ കിട്ടിയില്ല. എന്നാലോ നോക്കൂത്ത് കിട്ടി. എവിടെയാണ്? നേമത്ത്. ആരാണ്? രാജഗോപാലൻ. അതോ ഓരോ ഉദാഹരണത്തിലാണ്.
UDF ജയിച്ച സീറ്റിലാണ് ഇപ്പൊ രാജഗോപാലൻ ജയിച്ചത്, മറക്കരുത്. UDF ജയിച്ച സീറ്റിൽ, UDF കിട്ടിയ സീറ്റിൽ 32,000 വോട്ട് എവിടെ പോയി? ആരും കൊണ്ടുപോയി? അവർക്ക് കൈക്ക് ഒരറപ്പുമില്ല. കാരണം കൈയല്ലേ, കൈപ്പത്തിയിൽ താമര പിടിക്കാലോ, പിടിക്കാം. അപ്പൊ എന്താ, കൈപ്പത്തിയിൽ താമരയോ കൂടെ പിടിക്കണം. അതാണ് ഇന്ത്യയുടെ പല ഭാഗത്തും കോൺഗ്രസ് നടത്തുന്ന ചാഞ്ചാട്ടം, കോൺഗ്രസിന്റെ കള്ളക്കളി. നമ്മുടെ രാജ്യത്തില് ഭരണാധികാരി വർഗത്തിരുന്ന കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ പോയ മാത്രമല്ല BJPക്ക് വളരാനുള്ള മണ്ണ് ഉണ്ടാക്കി കൊടുത്തു. എന്താ ഇപ്പൊ നാട്ടിൽ ഇപ്പൊ മനുഷ്യൻ എന്ത് കഴിക്കണം തീരുമാനിക്കുന്നവരാ? RSS. എന്ത് സംസാരിക്കണം തീരുമാനിക്കുന്നവരാ? RSS. ഏത് പുസ്തകം വായിക്കണം തീരുമാനിക്കുന്നവരാ? RSS. കഥ എഴുതുന്നത് തീരുമാനിക്കുന്നവരാ? RSS. നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവർ തുടങ്ങി വെച്ചത് പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 15 ലക്ഷം അല്ലേ? നമ്മുടെ സ്ത്രീകൾക്കൊക്കെ കേട്ടപ്പോൾ 15 ലക്ഷം കേരളത്തിൽ നടന്നില്ല. പക്ഷെ ഇന്ത്യയുടെ പല ഭാഗത്തും പാവപ്പെട്ട സ്ത്രീകൾ പോയി, അവർ പോയി അക്കൗണ്ട് എടുത്തു. എവിടെ? ബാങ്ക്. ഞാനിവിടെ അമൃതസറിൽ പോയി ഒരു പാർട്ടി കമ്മിറ്റിക്ക് പോയതാ. അപ്പൊ വലിയ ക്യൂ ഉണ്ട്. ഞാൻ ഈ ക്യൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ഇവിടെ ക്യൂ? ഇവിടെ ബിവറേജ് കോർപ്പറേഷനിലെ സ്ത്രീകൾ എങ്ങനെയാ ക്യൂ നിൽക്കുന്നത്? പെണ്ണുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അവിടെ എല്ലാം ATM പൈസ വന്നിരുന്നു. അപ്പൊ ATM പൈസ അല്ല, ഇത് മോഡിയുടെ പൈസ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ പതുക്കെ നടന്നു മുമ്പ് പോയ ഒരു സ്ത്രീ, ഒക്കത്തൊരു കുഞ്ഞുണ്ട്. എല്ലാം വളരെ പാവങ്ങളാണ്. കാലിൽ ചെരുപ്പില്ല, കീറിയ സാരിയാണ്, ഒക്കത്ത് കുട്ടിയുണ്ട്, കഴുത്തിൽ ഒന്നുമില്ല. അവര് പട്ടിണി പാവങ്ങൾ. ആ പാവങ്ങളെ ഈ ക്യൂവിലുണ്ട്. ഞാൻ മുമ്പിൽ ചെന്നപ്പോൾ അവരോട് ഒരു സ്ത്രീ മുമ്പിൽ നിൽക്കുക, അവർക്ക് കാർഡിട്ട് ശരിയാകുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, എത്ര കാശുണ്ട്? 15 ലക്ഷം. ഏതാ 15 ലക്ഷം? മോഡി മൂത്തപ്പൻ ഇട്ടതാ. മോഡി മൂത്തപ്പൻ. ഞാൻ വിചാരിച്ച അവരെ ബന്ധു വന്ന മോഡി മൂത്തപ്പൻ. മോഡി വലിയൊക്കെ വരികയാണല്ലോ. ഏത് മോഡി മൂത്തപ്പൻ? നിങ്ങൾക്ക് അറിയില്ലേ? ദേഷ്യത്തിന് എന്നോട് പറഞ്ഞാൽ അറിയില്ലേ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോഡി മൂത്തപ്പൻ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി. നിങ്ങൾക്ക് അറിയില്ല? ഞാൻ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായി. അവർക്ക് വലിയ ദേഷ്യത്തോട്. ഞാൻ താമരക്കൊരു കുത്തുകൂച്ചതാ. 15 ലക്ഷം. 15 ലക്ഷം കിട്ടാൻ പോവാ. ഇപ്പൊ എത്ര എടുക്കുന്നുണ്ട്? 5000. ബാക്കിയോ ഇപ്പൊ എടുക്കുന്നില്ല. കാരണം എന്താ? വേഗത മുമ്പോട്ടെ. മാസം തോറും പൈസ കിട്ടും. അപ്പോഴോ സമൃദ്ധമായി ജീവിക്കാം. എനിക്കും എൻ്റെ മക്കൾക്കും പിന്നെ എൻ്റെ ഭർത്താവിനും. അപ്പൊ കുഞ്ഞ് കരഞ്ഞു, മോനെ കരയല്ലേ, മോടി മൂത്തവരെ പൈസ കിട്ടും, കരയില്ല. അപ്പൊ ഞാൻ ഇട്ട് ശരിയായി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ അടിച്ച് ഞാൻ മാറിയത്. എന്നെ കാണുമ്പോൾ തന്നെ അവർ. കാരണം എന്താ? മോഡി ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസി കള്ളം പറയില്ല. കള്ളം പറഞ്ഞാൽ നരകത്ത് പോകണം. ഇയാളോ കള്ളേ പറയൂ. ഇയാൾക്ക് നരകത്തിന് സീറ്റുണ്ടോ? ഇല്ല. സ്വർഗത്തിന് സീറ്റുണ്ടോ? ഇല്ല. എവിടെയാണ്? പാതാളത്തിൽ. അവിടെയോ ഒരു കുഴിയുണ്ട്. ആ കുഴിയോ ഇതുപോലാക്കാം. ഇതല്ലേ സ്ഥിതി. ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളെ, ജനകോടികളെ കബളിപ്പിച്ച പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ആ ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒറ്റ ശത്രുതയുള്ളൂ. നിങ്ങൾ മറക്കല്ല. കമ്മ്യൂണിസ്റ്റ് എപ്പോ തുടങ്ങിയതാ? ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി. ആ ഡൽഹിയിൽ മോഡി ഭരിക്കുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി. അവിടെ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷനിൽ ആരാ മത്സരിക്കുന്നത്? ഒന്ന് ABVP, മറ്റൊന്ന് NSUI, പിന്നെയുള്ളത് SFI, AISF, പിന്നെ അവിടുത്തെ ഐസ എന്ന് സംഘടന. 5 സംഘടനകൾ മത്സരിക്കുക ഒറ്റക്ക. AISF ചെറിയ സംഘടനയാണ്. കൈയടിച്ചു. അപ്പോൾ സംഭവം മനസ്സിലായി പോക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞു. അപ്പോഴേ ക്യാമ്പസിൽ കനയ്യകുമാർ ജയിക്കുന്ന കനയ്യകുമാർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മുതൽ BJP തീരുമാനിച്ച ഇവരെ ശരിപ്പെടുത്തണം. ഇവൻ അത്രമാത്രം മോഡിയെ വിമർശിക്കാതെ
ഇവൻ വേദങ്ങളെ കുറിച്ച് പറയാനോ, ഇവൻ പുരാണങ്ങളെ കുറിച്ച് പറയാനോ, ഇവൻ ആരാ? ഇന്ത്യ ഭരിക്കുന്ന മോഡിയെ കുറിച്ച് പറയാൻ ഈ ചെക്കനാരാ? കനയ്യകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനില്ലേ, അവൻ സ്റ്റേറ്റ് 1ാം റാങ്കുമായി വന്ന ചെറുപ്പക്കാരനാണ്. നമ്മൾ സാധാരണ കോളേജിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ MD ആയിരിക്കുമ്പോൾ ഒരു കത്ത് കൊടുത്താൽ മതി, കോളേജിൽ സീറ്റ് കിട്ടും. ഇതവിടെ സീറ്റ് കിട്ടുമോ? ഇല്ല. കത്ത് കൊണ്ട് സീറ്റ് കിട്ടുമോ? പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞ സീറ്റ് കിട്ടുമോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞ സീറ്റ് കൊടുക്കുമോ? ഇല്ല. സീറ്റ് കിട്ടണമെങ്കിലോ ഒരു പണിയുണ്ട്. എന്താണ്? നല്ലോണം പഠിക്കണം. പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. പച്ച റാങ്കിൽ കിട്ടണം. അത് മതിയോ? അതും പോരാ. അവിടുത്തെ 25 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ അവർ ചോദ്യം ചോദിച്ചാൽ എല്ലാത്തിലും മണിയായ മറുപടി പറയണം. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി സീറ്റ് കിട്ടും. അവിടെ ജയിച്ചു വന്ന ചെറുപ്പക്കാരുടെ പേരാണ് AISFന്റെ നേതാവായ കനയ്യകുമാർ എന്ന് പറയുന്ന വിപ്ലവകാരി ജയിച്ചു വന്നു. അന്ന് മോഡിയും RSSകാർ തീരുമാനിച്ചു ഇവന്റെ കഥ കഴിക്കണം. അല്ലെങ്കിൽ എന്താ? വേദങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കില്ലേ? അവൻ സത്യം പറഞ്ഞു കൊടുക്കല്ലേ? ആ സത്യം പറഞ്ഞ ജനങ്ങൾ വിശ്വസിക്കും ചെറുപ്പക്കാരനാണ്. അവനെ ചെറുപ്പത്തണം. അതിനുവേണ്ടി കൃത്യമായ കാസറ്റ് ഉണ്ടാക്കി ഇവൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ സ്ഥലത്ത് പോയി RSSകാർ പോയി അവിടുന്ന് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു. കനയ്യകുമാർ വിളിച്ചു നിൽക്കാണ്ടാക്കി ജയിലടച്ചു. എത്ര പേരെ കൊണ്ടുകൂടാ? അവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരന്മാരെ താമസിക്കുന്ന സ്ഥലം അവിടെ കൂടെ ആക്കാൻ തീരുമാനിച്ചു. ഓർമ്മില്ല നിങ്ങൾ? RSSകാരായ വക്കീലന്മാർ ആ ചെറുപ്പക്കാരനെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ വളഞ്ഞു വെച്ചടിച്ചു. അവസാനം അവർ പറഞ്ഞു അവൻ മൂത്രമൊഴിക്കുന്നവർ അടിക്കണം, ചവിട്ടണം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നെ കൊന്നാലും തിരക്കില്ല, എന്റെ അഭിപ്രായം മാറില്ല, മാറ്റമില്ല നിങ്ങൾക്ക്. അങ്ങനെ അവസാനം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ നിയമയുദ്ധത്തിൽ ബോധ്യമായ ചെറുപ്പക്കാരൻ നിരപരാധിയാണ്. അവൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ പിറന്നവനാ, ഇന്ത്യയുടെ പൊന്നോമന പുത്രനാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ രാജ്യത്തോട് കൂടെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എന്റെ കൂടെ രാജ്യത്തോടാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ ജയിലിൽ നിന്ന് വിട്ടപ്പോ ലോകം മുഴുവൻ കാതോർത്ത് കാത്തിരുന്നവന്റെ വാക്ക് കേൾക്കാൻ ആ ചെറുപ്പക്കാരൻ നടത്തിയ 58 മിനിറ്റ് പ്രസംഗം ലോകത്തിലെ സകല വാർത്താ മാധ്യമങ്ങൾ ഒരുപോലെ അത് പ്രക്ഷേപണം ചെയ്യും. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പത്രക്കാരൻ പറഞ്ഞു മോഡി ലോകത്തിന്റെ മുമ്പിൽ ഇതോ വലിയ പ്രമാണിയായി നിൽക്കുന്നു. ആ മോഡിക്കെതിരെ ലോകത്തിലെ സകല മാധ്യമങ്ങളുടെ മുമ്പിലും മോഡിയേക്കാൾ മാർക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ ആ കനയ്യകുമാർ ജയിലിൽ ഇറങ്ങിയപ്പോ പറഞ്ഞു എനിക്ക് തിഹാർ ജയിലിൽ പോയ അനുഭവം ഉണ്ടായി. അവിടെ ചെന്നപ്പോ എനിക്ക് 2 പ്ലേറ്റ് തന്നു. ഒരു പ്ലേറ്റ് നീല പ്ലേറ്റ്, ഒരു പ്ലേറ്റ് ചുവന്ന പ്ലേറ്റ്. ആ 2 പ്ലേറ്റ് കണ്ടപ്പോ എനിക്കൊരു കാര്യം തോന്നി, ആ 2 പ്ലേറ്റും എനിക്ക് ആവശ്യമുള്ള പ്ലേറ്റ്. നീല പ്ലേറ്റ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരിലെ ദളിതർ, പട്ടികജാതി പട്ടികവർഗങ്ങൾ, അവർക്കെതിരായി നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരായി പോരാടാനല്ല കരുത്തരിക്ക് തരുന്നത് ഈ നീല പ്ലേറ്റ. മറ്റൊരു ചുവപ്പ്. ദളിതരുടെ പോരാട്ടത്തിന് എന്നും കരുത്ത് ചുവപ്പ. നീലയും ചുവപ്പും ഒരുമിച്ച് വരണം. കാരണം എന്താ? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അവര് പട്ടികജാതിക്കാരനാണ്. പട്ടികജാതിക്കാരനും കറുത്തവരുമാണ്. ഇനി ഇവന്റെ കഥ കഴിക്കണം. എങ്ങനെ കഴിക്കുന്നത്? ആദ്യം അന്നം മുട്ടിച്ചു. കേരളത്തിൽ തരേണ്ട അരിയൊന്നുമില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾക്കിടെ നമ്മൾ നിശ്ചയിച്ചത് എത്രയാ? കേരളത്തിലെ ജനങ്ങൾ 3,21,00,000. അവർ തീരുമാനിച്ചോ 1,54,00,000. മറ്റുള്ളവരോ മണ്ണ് നിന്നാ മതി. കാരണം എന്താ? BJP വിളിക്കുക. അതുകൊണ്ട് പച്ച നിന്നോളണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിന്നോളണം. അയ്യോ കൊടുക്കാൻ പറ്റൂല. എത്ര കൊടുക്കും? 1,54,00,000. അരി കിട്ടാതെ വിഷയം വന്നപ്പം കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് പ്രതിഷേധിച്ചപ്പം ഇവിടെ പാർട്ടിയുള്ള BJP മിണ്ടിയോ? എന്താ മിണ്ടാത്തത്? കാരണം എന്താ? മോഡി ഗവൺമെന്റ്. അതുകൊണ്ടോ അതുകൊണ്ടോ ബന്ധുവില്ല. ആദ്യം അവിടുന്ന് തുടങ്ങിയത്.
റേഷൻ പെട്ടി ഇവിടെ കത്തിക്കരിയുമ്പോ, നാട് മുഴുവൻ കത്തിക്കരിയുമ്പോ വരൾച്ചക്ക് സഹായം തരില്ല. കേരളത്തിന്റെ അവകാശമെല്ലാം ഒന്നൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിനെതിരായി അവർ നോട്ടപ്പുള്ളിയാക്കിയ എന്തിന് അവർക്ക് ഭയമെന്താ? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നന്നായി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ട ഗവൺമെന്റ് ആയാൽ രാജ്യത്തിലെ BJPക്ക് രക്ഷയില്ല. ഇത് കോൺഗ്രസ് അറിയാവുന്നതാണ്. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ 14 കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ആദ്യമായ നിഷേധം ഉണ്ടായ കേരളത്തിൽ. 1957 ഏപ്രിൽ 5 കേരളത്തിൽ ആദ്യത്തെ CPI ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ആണ് പിന്നീട് ബംഗാളിലും ത്രിപുരയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റുകൾ വരാൻ പ്രധാന കാരണം ആ ഗവൺമെന്റ് ആയിരുന്നു. അത് BJPക്ക് അറിയാം. അതുകൊണ്ടോ ഈ ഗവൺമെന്റ് ശരിപ്പെടുത്താം. ആ വെല്ലുവിളി നേരിടാൻ ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? നമുക്കെല്ലാം ഉത്തരവാദിത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ആ വെല്ലുവിളി നേരിടണം. എങ്ങനെ നേരിടുക? നമ്മുടെ ജനങ്ങൾക്ക് പറഞ്ഞ അവരോട് പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കിക്കൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കുന്നത് ഒരുപാട് കാലമായി. പക്ഷെ ഇത്തവണയാണ് പ്രകടനപത്രികയെ കുറിച്ച് ചർച്ച ചെയ്യാൻ 5.5 മണിക്കൂർ നിലമെടുത്തു. എല്ലാം ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ KSRTC നമ്മളെ കണ്ടക്ടർമാർ ഡ്രൈവർമാർ എന്താ ശമ്പളം കൊടുക്കില്ല. ഗവൺമെന്റ് എന്താണ് ശമ്പളം കൊടുക്കാനേ പറ്റില്ല. പണം ലോട്ടടിക്കുന്നു, മറ്റുള്ളവർക്കോ ശമ്പളം കൊടുക്കും. ഇവിടുത്തെ പെൻഷൻകാർ, പാവപ്പെട്ടവർ, പ്രായമായ ആളുകൾ, വിധവകളായ ആളുകൾ, കണ്ണു കാണാത്തവര്, അവർക്കൊന്നും കൊടുക്കൂല കാശ്. എല്ലാ പണവും അടിച്ചു വെച്ചു UDF ഗവൺമെന്റ്. ഇടതുപക്ഷ മുന്നിൽ പറഞ്ഞ് ഞങ്ങൾ വന്നാൽ എല്ലാം കൊടുക്കും. കൊടുക്കുക മാത്രമല്ല, നിങ്ങളുടെ പെൻഷൻ 700, 1000 ആക്കും, പിന്നെ 1200 ആക്കും, പിന്നെ 2000 ആക്കും, 5000 ആക്കണം. നമ്മുടെ ആഗ്രഹം പടിപടിയായി വർത്തും. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ്. ഈ ഗവൺമെന്റ് നടപടി സുതാര്യമാക്കാൻ തീരുമാനിച്ചതാണ്. ഈ ഗവൺമെന്റ് സുതാര്യമായി പോയാൽ രാജ്യത്ത് പകരം ഈ ഗവൺമെന്റേ ഉള്ളൂ. അതുകൊണ്ടോ ഗവൺമെന്റ് പ്രവർത്തനം ആദ്യം തുടങ്ങിയപ്പോ കൊടുത്തില്ല പെൻഷൻ. എന്റെ വീട്ടിനടുത്ത് ഒരമ്മാവുമ്മ, അവർ കിട്ടിയത്രയോ കുടിശ്ശിക 20,000 രൂപ. 20,000 രൂപ വീട്ടിൽ കിട്ടി. അമ്മൂമ്മ അവിടുന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണോ? വേണ്ട. ബാങ്കിൽ പോണോ? വേണ്ട. എവിടെയാ? വീട്ടിൽ കിട്ടി. എന്ത് പെൻഷൻ? ഏത് പെൻഷൻ? കുടിശ്ശിക. ഏത് കാലത്തെ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അന്നോ കൊടുത്തില്ല. അന്ന് ഭാര്യ വെള്ളം കിട്ടോ? ഇല്ല. കാരണം എന്താ? കൊടുത്തില്ല. കൊടുക്കണായും ആലോചിച്ചില്ല. ഈ ഗവൺമെന്റോ കൊടുത്ത്. എങ്ങനെ? ഭഗപ്പടിയായി 20,000 കിട്ടി. അമ്മൂമ്മ മക്കളെ വിളിച്ചു പറഞ്ഞ, മോനെ ഒന്ന് ഉണ്ണി നോക്ക്, 20,000 ഉണ്ട്. പറഞ്ഞത് 20,000 ഉണ്ടോ? നമുക്ക് കാഴ്ചയായി കിട്ടുക. എണ്ണി നോക്ക്. എണ്ണി നോക്കുമ്പോ ചെറുമാൻ എന്താ പറഞ്ഞ? കൃത്യമാകുമ്പോ മക്കളെ നല്ല സദ്യ കഴിക്കണം. നല്ല ഇറച്ചിയും മീനും പൊരിച്ചതും നല്ല സദ്യയും കഴിക്ക്. പൈസ കിട്ടിയത് നമ്മൾ ഇടതുപക്ഷം വഴി തന്നതല്ലേ? കഴിക്ക്. കഴിച്ചാൽ പാൽപ്പായസം കുടിച്ച് അമ്മൂമ്മ സുഖമായി സ്വർഗത്തിൽ. ഇങ്ങനെ എത്ര കഥകൾ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരൊരു പ്രതീക്ഷയായിരുന്നല്ലോ. ലോട്ടറി അടിച്ച പോലെ കിട്ടിയ കുടിശ്ശിക. അങ്ങനെ കൊടുത്ത ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് നടപടികൾ സുതാര്യമാവണം. അടുത്ത കാലത്തായ ഒരുപാട് സംശയങ്ങൾ. ആ സംശയങ്ങൾ തീർക്കണം. ഈ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് കൊച്ചുമിതാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ വാഗ്ദാനമാണ്. ഇത് ജനപക്ഷ ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് നമ്മൾ തർക്കം. ചിലതിരിക്കുന്നത് ഈ ഇടതുപക്ഷത്തിനടിയിൽ ഇങ്ങനെ CPI, CPM തർക്കിച്ച് ഇത് വേറെ ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മം മുതൽ തീരുമാനിച്ചാണ് വിമർശനം, സ്വയം വിമർശനം വേണം.
1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് 52 അബദ്ധാസാർ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷങ്ങൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കും, പത്രങ്ങൾക്കും. എന്തിനു വേണ്ടി? വിമർശനമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, തിരുത്താൻ. അത് മാത്രമേ നമ്മളവരുള്ളൂ. അത് ഈ ഗവൺമെന്റ് ശക്തിപ്പെടുത്തണം, ഈ ഗവൺമെന്റ് ബലപ്പെടുത്താനാണ്, ഈ ഗവൺമെന്റ് നിലനിർത്താനാണ്. ഈ ഗവൺമെന്റ് ഈ നാട്ടിൽ ഈ ഗവൺമെന്റ് ഒരിക്കലും പോകാത്ത ജനകീയ ഗവൺമെന്റ് ആലോചിക്കണം. നമുക്ക് ഒരിക്കലും അബദ്ധം പറ്റില്ല. 34 വർഷം നമ്മൾ ഭരിച്ച ബംഗാൾ നമ്മൾ ഒരു കാർ കമ്പനി, ടാറ്റയുടെ കാർ കമ്പനി, എല്ലാവർക്കും സന്തോഷമായ കാർ കമ്പനിയിൽ ഒരുപാട് ജോലി കിട്ടൂലേ? ആ ജോലി കിട്ടാൻ വേണ്ടി ടാറ്റയ്ക്ക് ഭൂമി കൊടുത്തു. ആ ഭൂമിയിൽ പാവപ്പെട്ട മണ്ണിന്റെ മക്കൾ പണിയെടുക്കുന്നത്. ആ മണ്ണിന്റെ മക്കൾ നമ്മൾ ക്രൂരമായി ഇറക്കി. ആ ഇറക്കം നമ്മളിൽ ഇറക്കി. അതൊരു പാഠമാണ്. ബംഗാൾ നമുക്കൊരു പാഠമാണ്. അതിനെ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അത് CPI-യും CPM-ഉം അഖിലേന്ത്യാടിത്തരാലോചിച്ച ബംഗാളിനെ ആവർത്തിച്ചൂടാ. ഒരിക്കൽ പറ്റിയ തെറ്റ് നമുക്ക് തിരുത്തി ഇനി മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് തെറ്റ് തിരുത്തി പോകുന്ന ഗവൺമെന്റാണ്. അത് തിരുത്തി പോകാൻ കഴിയണം. ഇപ്പോഴും നമ്മളുള്ള തർക്കമില്ലേ? ആ തർക്കമൊക്കെ നമ്മൾ ഒരുമിച്ചൊരു മേശ കെട്ടിയൊരു തീരുമാനിക്കും. എന്തിനാ തർക്കം? ജനനന്മക്കുള്ള തർക്കമാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിന്റെ പ്രകൃതി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മലകൾ, നമ്മുടെ കുന്നുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ മരങ്ങൾ, നമ്മുടെ ശുദ്ധവായു, അതെല്ലാം തന്നെ വൻകിട പണക്കാർ കയ്യേറി കൈവശം വെച്ച ഇടുക്കിയ പ്രദേശങ്ങളിൽ കയ്യേറ്റക്കാർ അടിച്ചിറക്കണം. അതിനാൾക്കാർ വ്യത്യാസമില്ല. അതോടൊപ്പോ അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയില്ലേ, ആ ഭൂമി പാവപ്പെട്ട ഭൂമിയില്ലാത്താക്കി കൊടുക്കണം. കേരള ഗവൺമെന്റ് തീരുമാനമെന്താ? വീടില്ലാത്താക്ക് വീട് വെച്ചു കൊടുക്കും. ഏതാ വീട്? പഴയ 1 ലക്ഷം വീടില്ല, ലക്ഷം വീടില്ല, 1 ലക്ഷത്തിനല്ല. വീട് എത്രയാ? 3.5 ലക്ഷം രൂപയുള്ള വീട്, നല്ല വീട്. ഭൂമിയും വീടില്ലാത്തവർക്കോ അവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കണം. വെറുതെ പറയല്ല. പഴയ കാലത്തമായി നമ്മുടെ അടൂർ പാസിലുള്ള ആളുകളുണ്ടായിരുന്നു സിനിമ വെച്ചു കൊടുക്കും. 5 വർഷം കൊണ്ട് എല്ലാവർക്കും വീട്, വീടില്ലാത്തവർക്ക് ഫ്ലാറ്റ്, വീടും സ്ഥലമില്ലാത്തവർ ഫ്ലാറ്റ്, പകുതി വീട് എടുത്തേക്കുന്നവർക്ക് പൂർണ്ണ വീട്. മനസ്സിലായില്ലേ? ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 1957 കേരളം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായുള്ള ചില്ലറ ചില പ്രശ്നങ്ങളെല്ലാം നമ്മൾ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അവ തീർക്കാനുള്ള നടപടികൾ ഓരോ മുന്നോട്ട് പോവുക. അത് കണ്ട് ആരും പായ വിധിക്കണ്ട, അത് കണ്ട് ആരും കൊതിയോടെ നോക്കണ്ട. ഇടതുപക്ഷ ജനാധിപത്യ വലിയ നേതാവ്, കേരളം കണ്ട ഏറ്റവും കേരളം ഹൃദയത്തെ തുടിച്ച നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു വരുമ്പോൾ KSRTC-യിൽ സീറ്റില്ലാതെ കൊണ്ട് ഡ്രൈവറെ സീറ്റിലൂടെ കയറി കമ്പി പിടിച്ച് പെരുമ്പാവൂർ യാത്ര ചെയ്ത് അസകാപ്പിക്കുകയും ജനകീയ നേതാവ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം മാറിയതില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പടുത്തുയർത്താനാ. ആ മുന്നണി അടിത്തറ, ആ മുന്നണി തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല, തകരാൻ പാടില്ല. ആ മുന്നണി ജനപക്ഷ മുന്നണിയാണ്. ആ മുന്നണിക്കുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിനത്തിൽ ലോകത്തിലാകമാനമുള്ള തൊഴിലാളികൾ ആവേശത്തോടെ ഒരു പോരാട്ടത്തിന്റെ കഥ പറയുമ്പോൾ ആ കഥ നമ്മുടെ രാജ്യത്ത്, ലോകത്തിൽ നമ്മൾ നേടിയെടുത്ത പലതും, ഇന്ത്യയിൽ നേടിയെടുത്ത പലതും തട്ടിപ്പറിച്ചെടുക്കാൻ മുതലാളിമാരുമായി കൂട്ടുചേർന്ന് നിൽക്കുന്ന BJP ഗവൺമെന്റിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഒരുമിക്കാൻ സഹാക്കളെ. ഏതിന് റാലി? ഞാൻ റാലി കണ്ടു, നല്ല റാലി കണ്ടു.